ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മഹീന്ദ്രയുടെ വാഹനങ്ങൾ. ഹലോ ടു സ്പീഡ് ഫ്രണ്ട്സ്. ഇന്ത്യൻ വാഹന വിപണിയിൽ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് മഹീന്ദ്ര എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1945 JC മഹീന്ദ്ര, KC മഹീന്ദ്ര, MG മുഹമ്മദ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ ഈ കമ്പനി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനികളിലൊന്നും ലോകത്തിൽ തന്നെ ഏറ്റവും ട്രാക്ടർ നിർമ്മാതാക്കളിലൊന്നുമാണ്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഇന്ത്യൻ കമ്പനികളെ പരിഗണിക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം മഹീന്ദ്രയ്ക്കാണ് ഉള്ളത്. അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ, മഹീന്ദ്ര എന്ന ഇന്ത്യൻ ഓട്ടോമൊബൈൽ വമ്പനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് മുകളിൽ നാം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ലൈനപ്പിലെ കുറച്ച് മികച്ച വാഹനങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പ് സ്പീഡിലെ കുറച്ച് ഫ്രണ്ട്സുകളെല്ലാം ഇതിനെപ്പറ്റി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ SUV എന്ന സെഗ്മെന്റിൽ തന്നെ മുടിച്ചൂടാമനായി കാലങ്ങളോളം വിലസുന്ന മഹീന്ദ്ര കമ്പനിയുടെ കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ഈസ് XUV 700. മഹീന്ദ്രയുടെ ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. ഈ വാഹനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നേരത്തെ ടോപ്പ് സ്പീഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ടോപ്പ് സ്പീഡിന്റെ എല്ലാ ചങ്കന്മാരും ചങ്ങത്തികൾ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് സ്പീഡിന്റെ ചങ്ക് ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടോപ്പ് സ്പീഡിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സുകളും അത് വീഡിയോ കാണണം കേട്ടോ. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ താഴെ ചൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അപ്പോൾ ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ 10 മുതൽ 17 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ലഭ്യമാകുന്ന ഈ വാഹനം 2.2 M ഹോക്ക് ഡീസൽ എഞ്ചിൻ പീക്ക് RPMൽ 185 bhp പവറും 320 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. അതോടൊപ്പം 2.0 ലിറ്റർ 4 സിലിണ്ടർ M ഫോൾക്കൺ ടർബോ പെട്രോൾ എഞ്ചിൻ പീക്ക് RPMൽ 190 bhp പവറും 257 ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ നിന്ന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിനിലേക്ക് പവർ ട്രാൻസ്മിഷൻ നടത്തുന്ന ഈ വാഹനത്തിന്റെ 5 സീറ്റർ വേർഷനാണ് നിലവിൽ പുറത്തിറങ്ങുന്നത്. ഇവയ്ക്ക് ശേഷം 7 സീറ്ററുകളും ഓൾ വീൽ ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകളും പിന്നാലെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടിയാണ് മഹീന്ദ്രയുടെ ഥാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പക്ക ഓഫ് റോഡർ വാഹനം ഏതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൂടുതൽ പേരും പറയാൻ പോകുന്നത് ഥാർ എന്ന ഈ ഭീമന്റെ പേരായിരിക്കും അല്ലെ. പഴയ ലുക്കാണെങ്കിലും മുഖം എനിക്ക് പുത്തൻ ലുക്കാണെങ്കിലും ഒരേപോലെ തന്നെ ആരാധക വൃന്ദത്തെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ഒരു മോഡലായി ഥാറിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും അല്ലെ, കൺസിഡർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഡെലിവറി ആകുന്ന വാഹനങ്ങളുടെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സമയം ഡെലിവറിക്കായിട്ട് വേണ്ടിവരുന്ന വാഹനമായി നമ്മൾ പറഞ്ഞത് ധാരണ തന്നെയായിരുന്നു. ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് റോഡിംഗ് മികവിന് പുറമെ ഓൺ റോഡ് പെർഫോമൻസിലും പുതിയ ഥാർ മികച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. 4 വീൽ ഡ്രൈവുകളിൽ ഏറ്റവും മികച്ച ടോർക്ക് കൺവേർട്ട് ചെയ്യുന്ന ഥാർ പെട്രോൾ ഡീസൽ എന്നീ 2 ഫ്യൂവൽ വേരിയന്റിലാണ് പുറത്തിറങ്ങുന്നത്. 2184 cc ഡീസൽ എഞ്ചിനിൽ 3700 RPMൽ 130 bhp പവറും 300 Nm ടോർക്കും 1997 cc പെട്രോൾ എഞ്ചിനിൽ 5000 RPMൽ 150 bhp പവറും 300 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സിലെ മാനുവൽ ട്രാൻസ്മിഷനിൽ പുറത്തിറങ്ങുന്ന ഥാർ ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നു. 57 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഥാർ ലിറ്ററിന് 17 കിലോമീറ്റർ മൈലേജ് നൽകുന്നു. ഗ്രേ, ബീജ്, കോപ്പർ, റെഡ്, ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ പുറത്തിറങ്ങുന്ന ഥാറിന്റെ വില 12 ലക്ഷം മുതൽ 14 ലക്ഷം വരെയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി ബൊലേറോ. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പന നടന്നിട്ടുള്ള ഒരു മോഡലായിട്ട് ബൊലേറോയെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. മുമ്പ് പല വീഡിയോകളിലും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. 2 പതിറ്റാണ്ടുകൾക്ക് മുകളിലായിട്ട് ഭരണം നടത്തുന്ന ഈ മോഡലുകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ പവർ ട്രെയിനിലാണ്. ഉയർന്ന RPMലെ 74 bhp പവറും 210 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ വാഹനം മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും റിയർ വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 60 ലിറ്റർ ഫ്യൂവൽ സംഭരിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് 16 ലിറ്റർ മൈലേജ് നൽകാനും കഴിയും. 7 സീറ്റർ വാഹനമായിട്ടുള്ള ബൊലേറോ 9 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് പുറത്തിറങ്ങുന്നത്. ഓക്കെ, അടുത്ത വണ്ടി ബൊലേറോ തന്നെയാണ്. അതാണ് നിയോ. ബൊലേറോയുടെ മറ്റൊരു മുഖമാണല്ലോ നിയോകൾ. ലുക്കിൽ ബൊലേറോയേക്കാൾ അല്പം വലിപ്പമുള്ള ഇവ ടെക്നിക്കൽ സൈഡ് പരിഗണിക്കുമ്പോൾ ബൊലേറോയുമായിട്ട് വളരെ സാമ്യമുള്ളവയാണ്. 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPMൽ 100 bhp പവറും 260 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ വാഹനം 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും റിയർ വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 50 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഈ വാഹനത്തിന് ലിറ്ററിന് 17 കിലോമീറ്റർ മൈലേജ് നൽകാനും കഴിയും. 8.75 ലക്ഷം 11 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ വാഹനം പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് മഹീന്ദ്രയുടെ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ. അതാണ് KUV 100 NXT. നിലവിൽ പെട്രോൾ എഞ്ചിൻ പവർ ട്രെയിനുകളാണ് ഈ വാഹനം ലഭ്യമാകുന്നത്. 1.2 ലിറ്റർ 3 സിലിണ്ടർ M ഫോൾക്കൺ G80 എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPMൽ 82 bhp പവറും 115 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് ഇവ പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. 6 മുതൽ 8 സീറ്റർ വാഹനമായിട്ടുള്ള ഇവ 35 ലിറ്റർ ഫ്യൂവൽ ശേഖരിച്ചുകൊണ്ട് ലിറ്ററിന് 18 കിലോമീറ്റർ മൈലേജ് നൽകുന്നു. ഒരു അഫോർഡബിൾ SUV ആയി പരിഗണിക്കാൻ കഴിയുന്ന ഈ വാഹനം 6.15 ലക്ഷം മുതൽ 7.90 ലക്ഷം വരെയുള്ള
പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത മഹീന്ദ്രയുടെ വണ്ടിയാണ് XUV300. ഗ്ലോബൽ NCAP ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു മോഡലാണിത് കേട്ടോ. സേഫർ ചോയ്സ് വാഹനം എന്ന നേട്ടം കൈവരിച്ചിട്ടുള്ള ഈ വാഹനം ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ നേടിയത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. പെട്രോൾ, ഡീസൽ എന്നീ 2 പവർ ട്രെയിനുകളിൽ പുറത്തിറങ്ങുന്ന ഈ വാഹനം മാനുവൽ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ ലഭ്യമാണ്. 16 വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്ന ഈ വാഹനം 9.20 ലക്ഷം മുതൽ 16 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് പുറത്തിറങ്ങുന്നത്. 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPM-ൽ 108 bhp പവറും 200 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്നും ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് ഇവ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPM-ൽ 115 bhp പവറും 300 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പവറിനെ ഫ്രണ്ട് വീലിലേക്ക് എത്തിക്കുന്നു. മികച്ച സേഫ്റ്റി കാർ എന്നതുപോലെ തന്നെ മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി നൽകുന്ന ഒരു വാഹനം കൂടിയാണിത്. 42 ലിറ്റർ ഫ്യൂവൽ സംഭരിച്ചുകൊണ്ട് പെട്രോൾ എഞ്ചിനിൽ 17 കിലോമീറ്ററും ഡീസൽ എഞ്ചിനിൽ 20 കിലോമീറ്റർ മൈലേജും ഈ വാഹനം നൽകുന്നു. ഒരു കാര്യം ചെക്കിട്ട് നമ്മൾ അടുത്ത ഏത് വണ്ടിയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ബഡീസിന് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആ വണ്ടി നമ്മുടെ വേറൊന്നുമല്ല, മഹീന്ദ്രയുടെ സ്കോർപിയോ തന്നെ. ഓക്കെ, ബൊലേറെ പോലെ തന്നെ മഹീന്ദ്രയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു മോഡലാണല്ലോ സ്കോർപിയോ അല്ലെ. 1.5 പതിറ്റാണ്ടിന് മുകളിലായിട്ട് ഇന്ത്യൻ നിരത്തുകൾ ഭരിക്കുന്ന ഈ മോഡലിന്റെ പഴയ ജനറേഷൻ വാഹനങ്ങളാണ് കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. 12.75 ലക്ഷം മുതൽ 17.39 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് സ്കോർപിയോ വേരിയന്റുകൾ പുറത്തിറങ്ങുന്നത്. 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനിലാണ് നിലവിൽ സ്കോർപിയോകൾ പുറത്തിറങ്ങുന്നത്. ഉയർന്ന RPM-ൽ 140 bhp പവറും 319 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഇവ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും റിയർ വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഇവയുടെ ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയന്റും അവൈലബിൾ ആണ്. 60 ലിറ്റർ ഫ്യൂവൽ സംഭരിക്കാൻ കഴിയുന്ന ഈ 7 സീറ്ററുകൾക്ക് ലിറ്ററിന് 14 കിലോമീറ്റർ മൈലേജ് നൽകാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയാണ് നമ്മുടെ മറസോ. മുകളിൽ നാം കണ്ട വാഹനങ്ങളെല്ലാം തന്നെ SUV സെഗ്മെന്റിൽപ്പെട്ടവയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മഹീന്ദ്ര SUV വാഹനങ്ങളിലെ തല തൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. SUV സെഗ്മെന്റിൽപ്പെട്ടതല്ലാത്ത മഹീന്ദ്രയുടെ മറ്റൊരു വാഹനമാണ് മറസോ. ഇതൊരു MPV വാഹനമാണ്. 12.30 ലക്ഷം മുതൽ 14.50 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ പുറത്തിറങ്ങുന്ന ഈ 8 സീറ്റർ വാഹനം 6 വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPM-ൽ 120 bhp പവറും 300 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് ഇവ പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. 45 ലിറ്റർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന ഇവ ലിറ്ററിന് 17 കിലോമീറ്റർ മൈലേജും നൽകുന്നു. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകല്ലേ, അതാണ് XUV500. മഹീന്ദ്രയുടെ നിലവിലെ ഏറ്റവും മികച്ച വാഹനമായിട്ട് വാഹന വിപണി മാർക്കറ്റ് വിലയിരുത്തുന്ന ഒരു മോഡലാണിത് കേട്ടോ. 14.35 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ 7 വേരിയന്റുകളിലായാണ് ഈ വാഹനം പുറത്തിറങ്ങുന്നത്. 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPM-ൽ 152 bhp പവറും 360 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ട്രെയിനിലേക്കാണ് ഇവ പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. 70 ലിറ്റർ ഫ്യൂവൽ സംഭരിക്കാൻ സാധിക്കുന്ന ഈ 7 സീറ്റർ SUV-ക്ക് ലിറ്ററിന് 16 കിലോമീറ്റർ മൈലേജ് നൽകാൻ സാധിക്കും. നെക്സ്റ്റ് വെഹിക്കിൾ ഈസ് ഓൾട്രാസ് G4. ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഒരു പ്രീമിയം SUV മോഡലാണിത്. 29 ലക്ഷം മുതൽ 32 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിൽ 2 വേരിയന്റുകളിലായിട്ടാണ് ഈ വാഹനം ഔട്ട് ചെയ്യുന്നത് പുറത്തിറങ്ങുന്നത്. 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന ഇവ ഉയർന്ന RPM-ൽ 178 bhp പവറും 420 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ 2 വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് എന്നീ ഓപ്ഷനിലാണ് ഈ വാഹനം പുറത്തിറങ്ങുന്നത്. 70 ലിറ്റർ ഫ്യൂവൽ സ്റ്റോറേജ് ഉള്ള ഈ 7 സീറ്റർ SUV-ക്ക് ലിറ്ററിന് 12 കിലോമീറ്റർ മൈലേജ് നൽകാൻ കഴിയും. ഈ വാഹനം ഒരുപക്ഷെ ഉടൻ മഹീന്ദ്ര പിൻവലിക്കാൻ സാധ്യത ഏറെയാണ്. കാരണം വളരെ മോശം സെയിൽസിലൂടെയാണ് കേട്ടോ നിലവിൽ ഈ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് സ്പീഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്യുന്നേ കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് കിടക്കാം. അതാണ് ഈ വെറീറ്റോ. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് കാറായ റെവയെ സ്വന്തമാക്കിയത് മഹീന്ദ്രയാണ്. റെവയുടെ പ്ലാറ്റ്ഫോമിൽ വേറെയും ഇലക്ട്രിക് വാഹനങ്ങൾ മഹീന്ദ്ര കൊണ്ടുവന്നിരുന്നു. നിലവിൽ മഹീന്ദ്രയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സെഡാൻ മോഡൽ ഇലക്ട്രിക് വാഹനമാണല്ലോ ഈ വെറീറ്റോ. 72 വോൾട്ട് ലിഥിയം അയോൺ ഇലക്ട്രിക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ വെറീറ്റോ ഫുൾ ചാർജിൽ ഏകദേശം 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പ്രാപ്തമാണ്. അതോടൊപ്പം 45 bhp പവറും 90 Nm ടോർക്കും ഈ കാർ ഉൽപ്പാദിപ്പിക്കുന്നു. 11 മണിക്കൂറിൽ ഫുൾ ചാർജ് കൈവരിക്കുന്ന ഈ വെറീറ്റോ ആദ്യത്തെ 80% ചാർജ് 2 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കുന്നു. വളരെ അധികം അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഈ സെഡാൻ മോഡൽ ഇലക്ട്രിക് വാഹനം 10 ലക്ഷം മുതലാണ് ലഭിക്കുന്നത്. അപ്പോൾ ടോപ്പ് സ്പീഡിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ മറക്കാതെ കുറിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റു വീഡിയോകൾ കൂടി കാണാൻ ടോപ്പ് സ്പീഡിന്റെ ചാനൽ സന്ദർശിക്കുക, വിസിറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.